വവ്വാലുകൾ കൂട്ടത്തോടെ ചാകുന്നു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ വകുപ്പ്. പൂന്തോട്ടത്തിലെ റോഡരികിലെ കാഞ്ഞിര മരത്തിൽ തമ്പടിച്ചവയിൽ 15 എണ്ണം കഴിഞ്ഞ ദിവസം ചത്തുവീണു. കനത്ത ചൂടാണ് മരണകാരണം എന്ന് അധികൃതർ പ്രാഥമികമായി സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികളാണ് ചത്ത വവ്വാലുകളെ കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വനപാലകരും വനം വകുപ്പിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങൾക്കായി സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവാലി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഒരു മരത്തിൽ നിന്നും 14ഓളം വരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്ന സ്ഥിതിയുണ്ടായി. ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചു. വനംവകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ ശ്യാം, മലപ്പുറം ജില്ലാ DMO ഡെപ്യൂട്ടി DMO ഷുബിൻ സാർ, HI അമൃത ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് മരണപ്പെട്ട വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പിന്നീട് 2 വവ്വാലുകൾ മാത്രമാണ് ചത്തിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ കൂട്ടത്തോടെ ചാവാനുണ്ടായുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ള ജാഗ്രത വേണം, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം പ്രായമാകാത്ത വവ്വാലുകളാണ് ചത്തത്. വനംവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വവ്വാലുകളെ കുഴിച്ചുമൂടി. കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവാലി പഞ്ചായത്തിലെ നിപ ബാധിച്ച നടുവത്ത് സ്വദേശി മരണപ്പെടുകയുണ്ടായി. പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. SS ഗ്രൂപ്പ് നിലമ്പൂർ.